ഒരാൾ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിക്കാം. ഹദീത്ത് കേൾക്കുമ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. ഹദീത്ത് ഇങ്ങനെ ശരിക്കും മലയാളത്തിലെ പരിഭാഷ ഇങ്ങനെ വായിച്ചാൽ ആള് നേരെ നരകത്തിലേക്ക് പോകുന്നു തോന്നും. അതുകൊണ്ടാണ് ഫത്വ പറയില് ആലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയാൻ. നമ്മൾ ഫത്വ കൊടുക്കാൻ നിൽക്കണ്ട. ആ ഹദീത്തിന്റെ സാരം വലിയൊരു നരകം പോലെയുള്ളൊരു ശിക്ഷ കിട്ടാൻ മാത്രം അള്ള പുറത്തു കൊടുത്തില്ലെങ്കിൽ ഗുരുതരമായ തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത്, അത്രേ ഉള്ളൂ. എന്നല്ലാതെ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം എന്ന് പുറത്തുപോയി മുഅ്മിനീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും അതിനർത്ഥമല്ല. ആൾക്ക് മയ്യിത്ത് നിസ്കരിക്കണം, ആൾക്ക് വേണ്ടി പുറത്തു കൊടുക്കണം, അയാൾക്ക് വേണ്ടി ജാരിയായ സ്വതക്ക ചെയ്യാം, മഗ്ഫിറത്തിനെ ചോദിക്കാം, ഒക്കെ ചെയ്യാം. എന്തേ? ഈമാൻ ഉണ്ടായിരുന്നോ? ചെയ്ത് തെറ്റാണ്, ഈമാൻ പുറത്തു പോവോ? ഈമാൻ പുറത്തു പോകില്ല. അങ്ങനെ പുറത്തു പോകുമെന്ന് പറയുന്ന ബിദ്അഈ പ്രസ്ഥാനക്കാർ ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആലിമീങ്ങൾ അതിനൊക്കെ എതിരെ ക്രോസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ദലീലുകളാണ് ഈ പറയുന്നതൊക്കെ. തെറ്റ് ചെയ്ത് തെറ്റാണ്, പക്ഷെ ഈമാൻ നഷ്ടപ്പെടുന്നില്ല. ഈമാൻ, മുഅ്മിനീങ്ങളുടെ ഈമാൻ അവരുടെ ഖൽബിലുള്ള വിശ്വാസമാണ്. ചെയ്ത് തെറ്റായിരിക്കാം, മുഅ്മിനീങ്ങൾക്ക് തെറ്റുപറ്റാം, പക്ഷെ തൗബ ചെയ്യണം.